പീഡനക്കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ രഞ്ജിത്ത് ഉള്ളത്. യുവനടിയുടെ പരാതിയിൽ പറയുന്നത് ലൊക്കേഷനിൽ വെച്ച് സിനിമാ ലൊക്കേഷനിൽ രഞ്ജിത്ത് പുതുതായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് തനിക്ക് നേരെ പീഡന ശ്രമമുണ്ടായി എന്നുള്ളതാണ് പരാതി. ഈ പരാതി DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും SITക്കും ഈ യുവനടി ആ പരാതി നൽകുന്നു. ആ പരാതി പോലീസ് സ്വീകരിച്ച് ആ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. എറണാകുളം വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ യുവനടിയുടെ പരാതി പോലീസ് കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും രഹസ്യമൊഴിയായി വെക്കുകയും ചെയ്തു. അതിന് പിന്നാലെ രഞ്ജിത്ത് ഒളിവിൽ പോകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കണ്ടു. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് ഇങ്ങനെയൊരു ശ്രമം രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് ചെറുത്തു ഈ യുവനടി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് പറഞ്ഞു തീർക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചു എന്നുള്ള അതിഗുരുതരമായ സാഹചര്യം കൂടി വിവരങ്ങളായി ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞ് സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് രഞ്ജിത്ത് സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതിഗുരുതരമായ ഒരു സാഹചര്യം. തൊഴിലിടത്തിൽ സഹപ്രവർത്തകർക്ക് നേരെ ലൈംഗിക ശ്രമം എന്നുള്ള അതീവ ഗുരുതരമായ ഒരു പരാതി രഞ്ജിത്തിനെതിരെ വരികയാണ്. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ അറിയാം, മലയാള ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ തലപ്പൊക്കമുള്ള ഒരു സംവിധായകൻ. ഒട്ടേറെ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും തിരക്കഥ എഴുതുകയും ഒക്കെ ചെയ്ത ഒരു സംവിധായകൻ. പക്ഷേ വീണ്ടും ഇതേപോലുള്ള പരാതി രഞ്ജിത്തിനെതിരെ വരുന്നു എന്നുള്ളത് ലജ്ജിപ്പിക്കുന്നതാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. എന്തായാലും രഞ്ജിത്തിനെതിരെ വളരെ കൃത്യമായ തെളിവോട് കൂടിയ ഒരു പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ആ യുവനടി വളരെ സ്റ്റേണായി ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നു. പരാതിയുണ്ട്, പരാതിക്കൊപ്പം തന്നെ പോകുമെന്നുള്ള നിലപാടെടുക്കുന്നു. അതിന് പിന്നാലെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം രഞ്ജിത്തിനെ വലവിരിച്ച് കാത്തിരുന്നു. രഞ്ജിത്ത് ഈ സിനിമയുടെ സെറ്റിലേക്ക് എറണാകുളം കടന്ന് ഇടുക്കിയിലേക്കുള്ള യാത്രാമധ്യേ തൊടുപുഴ കടന്നു പോകുമ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇടുക്കി SP-യുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക സ്ക്വാഡ് രഞ്ജിത്തിനെ കാത്തിരുന്നു പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആഷിഖ് ചേരുകയാണ്. ആഷിഖ്, ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്താനുള്ള സമയമായല്ലോ. അവിടുത്തെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന സൂചന? ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ? രഞ്ജിത്ത് അല്പസമയത്തിനകം തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംവിധായകൻ രഞ്ജിത്തിനെ പുറത്തേക്ക് ഇറക്കുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. തൊടുപുഴ സ്റ്റേഷനിലെ ഏറ്റവും അടുത്ത് എറണാകുളത്തു നിന്നുള്ള പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അവർ സ്റ്റേഷനിലെത്തിയാൽ ഉടൻ സംവിധായകനെ കൈമാറുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് വിവരം. ഈ കാണുന്ന ദൃശ്യങ്ങളിലൂടെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള മഹേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ സമകാലികരായ മലയാള സംവിധായകരിൽ ഏറ്റവും തലപ്പൊക്കമുള്ള ആളുകളിൽ ഒരാൾ എന്ന് പറയുന്ന രഞ്ജിത്ത് ഒരു പീഡനക്കേസിൽ അറസ്റ്റിലായി പുറത്തേക്ക് വരും എന്നുള്ളതാണ്. രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ തന്നെയും രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ എത്രത്തോളം സ്വാധീനമുള്ള ആളാണ് എന്നുള്ളതാണ്. നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ എത്രയോ വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന തരത്തിലുള്ള എത്രയോ വാചകങ്ങൾ ചുമതലയിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന ആളുകൾ തന്നെയും പരാമർശിച്ചു പോയിട്ടുള്ള ഒരു സാഹചര്യം അടക്കം നിലനിൽക്കുന്ന ആ നിലയിൽ സമൂഹത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരാൾക്കെതിരെയാണ് ഗുരുതരമായ ഒരു പരാതി ഉയരുന്നു. വളരെ തെളിവുകളോടുകൂടിയ ഒരു പരാതി ഉയരുന്നു. അതിന്മേൽ പോലീസ് വിശദമായ പരിശോധനകൾ നടത്തുന്നു. പരാതിയിൽ കാമ്പുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആഷിഖിലേക്ക് തിരികെ എത്താം. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ എത്താം. രഞ്ജിത്തിനെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും. എന്തായാലും കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഏതാണ്ട് കടന്നിട്ടുണ്ട്. അവർ ഏത് നിമിഷവും അവിടേക്ക് എത്താം. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കൊച്ചി പോലീസിനെ രഞ്ജിത്തിനെ കൈമാറും. ഒരു പക്ഷേ വരുന്ന വഴിക്ക് മൂവാറ്റുപുഴയിലോ ആലുവയിലോ
സർക്കാർ ആശുപത്രിയിൽ എവിടെയെങ്കിലും ചെന്ന് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാകും പോലീസ് കരുതുന്നുണ്ടാകുക. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുക എന്നായിരിക്കും. ഒരു പക്ഷേ പ്രാഥമികമായി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രഞ്ജിത്തിനെ പുറത്തേക്ക് ഇറക്കും.